ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ പറഞ്ഞിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഒരു വാക്യം ഇപ്രകാരമാണ്: നിനക്കായി എന്നെ സൃഷ്ടിച്ച ദൈവമേ, നിന്നിൽ വിലയം പ്രാപിക്കുവോളം എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. എന്താണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം? നമ്മളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ദൈവത്താലാണ്. നമ്മളുടെ എല്ലാവരുടെയും ലക്ഷ്യസ്ഥാനമെന്ന് പറയുന്നതും ദൈവമാണ്. ദൈവത്തെ ലക്ഷ്യമാക്കി മനുഷ്യാത്മാവ് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ ലക്ഷ്യത്തിൽ എത്തുന്നതുവരെയും ആത്മാവ് അസ്വസ്ഥമായിരിക്കും. കാരണമറിയാത്ത ഒരു ഉത്കണ്ഠയോ ടെൻഷനോ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ, അല്ലെങ്കിൽ ഒരിക്കലും സംതൃപ്തമാക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ എന്തോ ഒന്ന് നമ്മൾ അനുഭവിക്കുന്നതായി നമ്മുടെ ഓരോരുത്തരുടെയും അനുദിന ജീവിതത്തിൽ നിന്ന് നമുക്ക് അനുഭവവേദ്യമായ കാരണമായിരിക്കും, അല്ലെങ്കിൽ കാര്യമായിരിക്കും. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ കാരണമാണ് വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ പറയുന്നത്: നമ്മളെല്ലാവരും ദൈവത്തിൽ എത്തിച്ചേരുന്നതുവരെ, ആത്മാവ് തൻ്റെ ലക്ഷ്യസ്ഥാനമായ ദൈവത്തിൽ ലയിക്കുന്നതുവരെ അസ്വസ്ഥതയിലായിരിക്കും, അഥവാ വല്ലാത്ത ഒരു ദാഹത്തിലും ആഗ്രഹത്തിലുമായിരിക്കും. ഈ ഭൂമിയിലുള്ള ഒന്നിനും, ഒരു ഭൗതിക സുഖത്തിനും നമ്മുടെ ആത്മാവിനെ സംതൃപ്തിപ്പെടുത്താൻ സാധ്യമല്ല. എന്തെല്ലാം സുഖഭോഗങ്ങൾ അനുഭവിച്ചാലും, എന്തെല്ലാം ഈ ലോക സുഖങ്ങളും ആനന്ദങ്ങളും അനുഭവിക്കാൻ നമുക്ക് സാധിച്ചാലും, കാരണമറിയാത്ത ഒരു തരം ഉത്കണ്ഠ, ഒരു തരം ആകുലത നമ്മുടെ ഉള്ളിൽ നമ്മളെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കും. മറ്റെന്തിനോ വേണ്ടി, കൂടുതൽ ശ്രേഷ്ഠമായ എന്തിനോ വേണ്ടി മനസ്സിങ്ങനെ ദാഹിച്ചുകൊണ്ടിരിക്കും. അത് യഥാർത്ഥത്തിൽ ആത്മാവിൻ്റെ ദാഹമാണ്. ദൈവത്തിൽ ചെന്ന് ചേരുവോളം ഈ ദാഹം നമ്മുടെ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. എങ്ങനെയാണ് നമുക്ക് ദൈവത്തിൽ ലയിക്കാനായിട്ട് സാധിക്കുക? തീർച്ചയായും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്കത് സാധിക്കുക പ്രാർത്ഥനാ ജീവിതം വഴി, ആരാധനാ ജീവിതം വഴി, ആത്മീയ ജീവിതം നയിക്കുന്നതിലൂടെയാണ് നമുക്കത് സാധിക്കുക. എന്നാൽ പൂർണ്ണമായും ദൈവത്തിൽ ലയിച്ചു ചേരാൻ നമുക്ക് സാധിക്കുക തീർച്ചയായും നമ്മുടെ മരണാനന്തരമാണ്. മരണാനന്തരം ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്ന ആത്മാവ് ദൈവസന്നിധിയിലേക്ക് യാത്രയാകുന്നു, ദൈവത്തിലേക്ക് ചേരുന്നു, സ്വർഗത്തിൽ ദൈവത്തോടൊപ്പമുള്ള ആ ആനന്ദം അനുഭവിച്ച് ആയിരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരം ഈ ഭൂമിയിൽ മണ്ണിൽ കിടന്ന് അഴുകുകയും ദ്രവിക്കുകയും ഇല്ലാതെയാവുകയും ചെയ്യുന്നു. എന്നാൽ യുഗാന്ത്യത്തിൽ, ലോകാവസാന നാളിൽ, കർത്താവിൻ്റെ രണ്ടാം വരവിൽ ശരീരങ്ങൾ ഉയിർത്തെഴുന്നേൽക്കുന്നു, രൂപാന്തരപ്പെട്ട ശരീരമായി മാറുന്നു. ഉയിർത്തെഴുന്നേറ്റ ഈ ശരീരവും നേരത്തെ തന്നെ യാത്രയായ ആത്മാവും ഒന്നാകുന്നു. അങ്ങനെ നിത്യമായ ആനന്ദം ദൈവസന്നിധിയിൽ നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്നു. ഇതാണ് കത്തോലിക്ക തിരുസഭ നമ്മെ പഠിപ്പിക്കുന്ന, ശരീരത്തിൻ്റെ ഉയർപ്പിനോട് ബന്ധപ്പെട്ട്, മരണാനന്തര ജീവിതത്തോട് ബന്ധപ്പെട്ട് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നോക്കുമ്പോൾ ഈ മരണമെന്ന് പറയുന്നത് ഒരു വാതിലാണ്. നമ്മുടെ ലക്ഷ്യസ്ഥാനമായ ദൈവത്തിൽ ചെന്ന് ചേരാൻ നമ്മളെല്ലാവരും കടന്നു പോകേണ്ട ഒരു വാതായനമായി നമുക്ക് മരണത്തെ മനസ്സിലാക്കാം. മരണമെന്ന വാതിലിലൂടെ കടക്കാതെ നമുക്കാർക്കും സ്വർഗമെന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുക സാധ്യമല്ല. അങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ മരണത്തെ നമ്മൾ ഒരിക്കലും ഭയപ്പാടോടുകൂടെ നോക്കിക്കാണേണ്ട ഒന്നല്ല, പിന്നെയോ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന ഒരു കാര്യം എന്ന നിലയിൽ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടെ കാത്തിരിക്കേണ്ട, വരവേൽക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ദൈവം നമ്മെ വിളിക്കുന്ന സമയം നോക്കി, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ ക്ഷണിക്കുന്ന ആ സമയത്തെ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടെ കാത്തിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യം. കാരണം ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ, ദൈവത്തിൽ എത്തിച്ചേരാൻ, അഥവാ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമ്മളൊക്കെ കടന്നു പോകേണ്ട ഒരു വാതിലാണ് മരണം. നമ്മൾ എല്ലാവരും കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമായിരിക്കും വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ ജീവിതത്തിൽ നടക്കുന്നൊരു കാര്യം. ഡൊമിനിക് സാവിയോയും കൂട്ടുകാരും ഇങ്ങനെ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അധ്യാപകനും ഗുരുവുമൊക്കെ ആയിരുന്ന ഡോൺ ബോസ്കോ പുണ്യവാളൻ അവരുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. കുട്ടികളൊക്കെ കളി നിർത്തി പെട്ടെന്ന് ഓടി ഇതാ ഡോൺ ബോസ്കോയുടെ അടുത്തേക്ക് വരുന്നു. ഡോൺ ബോസ്കോ അവരോട് വെറുതെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം എങ്ങനെയായിരുന്നു: ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ലോകം അവസാനിക്കാൻ പോവുകയാണെന്ന് നിങ്ങൾ അറിയുന്നു എന്ന് കരുതുക. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ലോകം അവസാനിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഓരോ കുട്ടികളും ആലോചിച്ച് ഓരോ മറുപടികൾ പെട്ടെന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു ഞാൻ ഓടിപ്പോയി കുമ്പസാരിക്കും. ചിലർ പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് പോകും, എൻ്റെ അമ്മയുടെ കൂടെ ആയിരിക്കും. ചിലർ പറഞ്ഞു ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. ഇങ്ങനെ ഓരോരുത്തർ ഓരോ രീതിയിൽ ഇങ്ങനെ ഉത്തരങ്ങളും മറുപടികളൊക്കെ പറയുകയാണ്. എന്നാൽ ഡൊമിനിക് സാവിയോ പറഞ്ഞ മറുപടി ഇതാണ്: ഞാൻ കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഞാനിപ്പോൾ ഫുട്ബോൾ കളിക്കുകയാണ്, ഞാൻ കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്
ഡൊമിനിക് സാവിയോക്ക് ഇങ്ങനെ ഒരു ഉത്തരം പറയാൻ സാധിച്ചത്? കാരണം താൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഈശോയോടൊപ്പമാണ്. താൻ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കളിക്കുമ്പോഴും പഠിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെ ഈശോയോടൊപ്പമാണ്. ഈശോയോട് ചേർന്ന് ഈശോയുടെ അരികിൽ ഈശോയോടൊപ്പം നിന്നുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഓരോ നിമിഷവും ജീവിതം കർത്താവിനോടൊപ്പം ഈ ഭൂമിയിലായിരിക്കുന്ന ഒരു വ്യക്തി മരണത്തെ എന്തിനാണ് ഭയപ്പെടുന്നത്? കാരണം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് തൻ്റെ ലക്ഷ്യസ്ഥാനമായ ദൈവത്തിൽ, സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള വാതിലാണ്, വഴിയാണ്, വാതായനമാണ്. ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ജോലികൾ കർത്താവിനോടൊപ്പമാണെങ്കിൽ മരണനിമിഷത്തിലും കർത്താവിനോടൊപ്പം കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കാനായി തീർച്ചയായിട്ടും സാധിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒരുക്കമുള്ള ഒരു ജീവിതം നയിച്ച വ്യക്തി ആയതുകൊണ്ടാണ് ഡൊമിനിക് സാവിയോക്ക് ഈ വിധത്തിൽ പറയാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം സ്വർഗം ലക്ഷ്യമാക്കിയുള്ളൊരു ജീവിതമാക്കി മാറ്റാൻ, ദൈവത്തെ ലക്ഷ്യമാക്കിയുള്ളൊരു ജീവിതമാക്കി മാറ്റാൻ, ഈ ഭൂമിയിൽ നമ്മൾ ആരും സ്ഥിരതാമസത്തിന് വന്നവരല്ലെന്നും ഈ ഭൂമിയിലെ ജീവിതം ഒരു ആമുഖ പേജ് മാത്രമാണെന്നും നിത്യമായി നീളുന്ന ഒരു ജീവിതം നമ്മെ എല്ലാവരെയും കാത്തു നിൽക്കുന്നുണ്ടെന്നും അത് സ്വർഗത്തിൽ ദൈവത്തോടൊപ്പമുള്ള ആനന്ദിച്ചുള്ളൊരു ജീവിതമാണെന്നുള്ളൊരു അവബോധം എന്നും കാത്തു സൂക്ഷിക്കാൻ, ഓരോ നിമിഷവും കാത്തു സൂക്ഷിക്കാൻ, അങ്ങനെ മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തിനായി നമ്മളെ തന്നെ ഒരുക്കുന്ന വിധത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇനി നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, കത്തോലിക്ക സഭ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന വലിയൊരു സമൂഹമുണ്ട്, അല്ലെങ്കിൽ ഈ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യരുണ്ട്. ഇതുപോലെ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയി സ്വർഗത്തിൽ എത്തിച്ചേർന്നവരുണ്ട്. എന്നാൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു ശുദ്ധീകരണ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഈ 3 വിഭാഗങ്ങളെയും ചേർത്ത് വെക്കുമ്പോഴാണ് കത്തോലിക്ക സഭ പൂർണ്ണമാകുന്നത്. അതിന് തിരുസഭ തന്നെ കൊടുത്തിട്ടുള്ള പേരുകൾ ഇപ്രകാരമാണ്: വിജയസഭ, സഹനസഭ, സമരസഭ. 3 സഭകളുടെ കൂട്ടായ്മകൾ. ഇത് ചേരുമ്പോഴേ കത്തോലിക്ക സഭ പൂർണ്ണമാകുന്നുള്ളൂ. അതുകൊണ്ടാണല്ലോ വിശ്വാസ പ്രമാണത്തിൽ പുണ്യവാന്മാരുടെ ഐക്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നൊക്കെ നമ്മൾ ഏറ്റുപറയുന്നത്. ഇത് 3ഉം ചേരുമ്പോഴാണ് സഭ പൂർണ്ണമാവുക. വിജയസഭ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മിൽ നിന്നും മരണം മൂലം വേർപിരിഞ്ഞു പോവുകയും സ്വർഗത്തിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളവരുടെ ആ സമൂഹത്തെ വിളിക്കുന്ന പേരാണ് വിജയസഭ. ഭൂമിയിലായിരിക്കുമ്പോൾ അവർക്ക് നേരിട്ട പരീക്ഷണങ്ങളെ, പ്രലോഭനങ്ങളെ, പൈശാചിക ഉപദ്രവങ്ങളെയൊക്കെ അവർ വിജയപൂർവ്വം അതിജീവിച്ചു. അഥവാ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രലോഭനങ്ങളെയൊക്കെ അവർ തോൽപ്പിച്ച് അങ്ങനെ വിജയം വരിച്ച് സ്വർഗത്തിൽ എത്തിച്ചേർന്നു എന്ന കാരണത്താൽ നമ്മൾ അവരെ വിജയസഭ അല്ലെങ്കിൽ സഭാംഗങ്ങൾ എന്ന് വിളിക്കുന്നു. ഇനി ഈ ഭൂമിയിലായിരിക്കുന്ന നമ്മളെയാണ് സമരസഭ എന്ന് വിളിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാനുള്ള കാരണം? നമ്മൾ സമരത്തിലാണ്. ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്കെതിരെ, ശരീരത്തിൻ്റെ അധമ വാസനകൾക്കെതിരെ, അതുപോലെ തന്നെ പൈശാചിക ഉപദ്രവങ്ങൾക്കെതിരെ, പ്രലോഭനങ്ങൾക്കെതിരെ നിരന്തരമായ സമരത്തിലാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് നമ്മെ വിളിക്കുന്നത് സമരസഭാംഗങ്ങൾ എന്നാണ്. ഇനി മൂന്നാമത്തേത് സഹനസഭയാണ്. എന്തായിരിക്കും അതുകൊണ്ട് അർത്ഥമാക്കുക? ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന ആത്മാക്കളുടെ ആ സമൂഹത്തെ, അല്ലെങ്കിൽ ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുന്ന സമൂഹത്തെ നമ്മൾ സഹനസഭ എന്ന് വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കിനി ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ചും ഒന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം. നമ്മൾ അവരെ സഹനസഭ എന്ന് വിളിക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം അത്? ആ പേരിൽ തന്നെ അതിൻ്റെ കാരണമുണ്ട്. സഹിക്കുന്നവരാണ്. അവർ സഹിക്കുന്നവരായതുകൊണ്ട് നമ്മൾ അവരെ സഭ എന്ന് വിളിക്കുന്നു. അപ്പോൾ ന്യായമായൊരു ചോദ്യം, നമ്മൾ സഹിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളും ഒരുപാട് സഹനങ്ങളിലൂടെ ഈ ഭൂമിയിൽ കടന്നു പോകുന്നു. പക്ഷെ നമ്മളെയല്ല സഹനസഭ എന്ന് വിളിക്കുന്നത്, പിന്നെയോ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെയാണ്. അതിൻ്റെ കാരണമായിട്ട് പറയപ്പെടുക, ശുദ്ധീകരണ സ്ഥലത്തെ സഹനത്തെ ഈ ഭൂമിയിലുള്ള ഒരു സഹനത്തോടും തുലനം ചെയ്യാൻ പറ്റാത്ത വിധം, താരതമ്യം ചെയ്യാൻ പറ്റാത്ത വിധം അത്രയും തീവ്രമായ സഹനത്തിൻ്റെ അനുഭവമാണ് ശുദ്ധീകരണ സ്ഥലത്തെ സഹനമെന്ന് നമുക്ക് സഭാപിതാക്കന്മാരുടെ പഠനങ്ങളും അതുപോലെ ഒത്തിരി വിശുദ്ധാത്മാക്കൾക്കുണ്ടായ ദർശനങ്ങളുടെ വെളിച്ചത്തിലും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് നമുക്ക് അറിവ് നൽകുന്ന ഒരുപാട് വിശുദ്ധരുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതി വിശുദ്ധയുടെ ഡയറി പരിശോധിക്കുമ്പോൾ, ഫൗസ്റ്റീനയുടെ ഡയറി പരിശോധിക്കുമ്പോൾ ഒത്തിരി സംഭവങ്ങളിൽ ഒത്തിരി കാര്യങ്ങൾ ശുദ്ധീകരണ സ്ഥലവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ അനേകം വിശുദ്ധ ഡോൺ ബോസ്കോ, വിശുദ്ധ ജത്രൂദ്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വിശുദ്ധരായിരിക്കുന്ന എവുപ്രാസ്യാമ, മറിയം ത്രേസ്യ, അതുപോലെ വിശുദ്ധ പേദ്രേ പിയോ, ഇങ്ങനെ അനേകം വിശുദ്ധാത്മാക്കൾ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ശുദ്ധീകരണ ദർശന അനുഭവങ്ങൾ, ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ചുള്ള കണ്ട അല്ലെങ്കിൽ ദർശിച്ച
നശിച്ച അത്തരത്തിലുള്ള അനുഭവങ്ങൾ, അവരോട് ശുദ്ധീകരണാത്മാക്കൾ പ്രാർത്ഥന ചോദിക്കാൻ വന്ന് അങ്ങനെയുണ്ടായ അനുഭവങ്ങൾ, ഇതൊക്കെ ഈ വലിയ വിശുദ്ധാത്മാക്കൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവർ എഴുതി വെച്ചതായി അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞതായി അവരുടെ ജീവചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൽ നിന്നൊക്കെ നമ്മൾ എത്തിച്ചേരുന്ന നിഗമനം, അതുപോലെ തന്നെ സഭാപിതാക്കന്മാരുടെ പഠനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ എത്തിച്ചേരുന്ന നിഗമനം, ശുദ്ധീകരണ സ്ഥലത്തെ സഹനം അത് അതിതീവ്രമാണ്. അത് ഭൂമിയിലെ ഒരു സഹനത്തോടും തുലനം ചെയ്യാൻ പറ്റാത്ത വിധം അത്രത്തോളം തീവ്രമാണ്. ഇത് മനസ്സിലാകാൻ വേണ്ടി കുഞ്ഞൊരു കഥ പറയാം. ഇത് കഥയാണ്, എങ്കിലും ഈ കഥ വ്യക്തമാക്കുന്ന നല്ലൊരു ആശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യം വ്യക്തമാകാൻ ഈ കഥ നമ്മളെ സഹായിക്കും. ഇത് ഞാൻ പറയുന്ന കഥയല്ല, വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവ് പറയുന്ന കഥയാണ്. ചാവറ പിതാവ് പറയുന്ന കഥ ഇങ്ങനെയാണ്. ഒരു മനുഷ്യൻ രോഗശയ്യയിൽ കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ വ്രണങ്ങളാണ്, അല്ലെങ്കിൽ അതിതീവ്രമായ രോഗത്തിൻ്റെ വേദനയുടെ അനുഭവത്തിലൂടെ അദ്ദേഹം കടന്നു പോകുന്നു. വല്ലവിധമൊന്നും മരിച്ചു കിട്ടിയാൽ മതി, ഇതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന മുഴുവനും അതായിരുന്നു. തനിക്ക് സൗഖ്യം കിട്ടണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, പിന്നെയോ എൻ്റെ എത്രയും പെട്ടെന്ന് എൻ്റെ ജീവിതം അവസാനിക്കണം, എത്രയും പെട്ടെന്ന് മരിക്കണം, സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മരണത്തെ ആഗ്രഹിച്ച് ആ മനുഷ്യൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ഒരു മാലാഖ ആ മനുഷ്യൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുന്നു. അന്നേരം ഈ മനുഷ്യൻ പറഞ്ഞു, മടുത്തു, ഇത്രയും വലിയ സഹനത്തിലൂടെ ഇങ്ങനെ പോകാൻ എനിക്ക് സാധിക്കുന്നില്ല, ഞാൻ സൗഖ്യം ചോദിക്കുന്നില്ല, എനിക്ക് മരിച്ചാൽ മതി, എൻ്റെ ജീവൻ എടുക്കണം. അന്നേരം മാലാഖ പറഞ്ഞു, ദൈവത്തിൻ്റെ ആഗ്രഹം ഈ ഒരു സഹനത്തിൻ്റെ അനുഭവത്തിലൂടെ 3 വർഷം കൂടെ നീ കടന്നു പോകണമെന്നാണ്. ഈ ഒരു സഹനാനുഭവത്തിലൂടെ 3 വർഷം കൂടെ നീ കടന്നു പോകണം. നിന്നിൽ പൂർത്തീകരിക്കപ്പെടേണ്ട ശുദ്ധീകരണത്തിനായി ഈ 3 വർഷം കൂടെ നീ ഒന്ന് കടന്നു പോകണം. ഇനി അതല്ല നിനക്ക് ഇപ്പം തന്നെ മരിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിന്റെ ജീവൻ എടുക്കാം. പക്ഷേ 3 ദിവസം നിനക്ക് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടതായിട്ട് വരും. നിനക്കിതിൽ ഏതാണ് വേണ്ടത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ 3 ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നോളാം, അത് കഴിഞ്ഞാൽ എനിക്ക് സ്വർഗ്ഗത്തിൽ പോകാമല്ലോ. മാലാഖ പറഞ്ഞു, നല്ലപോലെ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നും ആലോചിക്കാനില്ല, ഞാൻ എൻ്റെ ജീവൻ ഇപ്പം തന്നെ എടുത്തോളൂ, ഞാൻ 3 ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നോളാം. അവസാനം മാലാഖ അദ്ദേഹത്തിൻ്റെ ജീവനുമായി ഇതാ പോകുന്നു. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ശുദ്ധീകരണ അനുഭവത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അതിനുശേഷം മാലാഖ അപ്രത്യക്ഷനായി. 3 ദിവസം കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു. ഏകദേശം 30ഓളം വർഷങ്ങൾ തന്നെ കടന്നുപോയി. ഈ മനുഷ്യനാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത വേദനയിൽ അവിടെ കിടന്ന് പെടയാണ്. ഇദ്ദേഹം മാലാഖയെ വിളിക്കുന്നു, പക്ഷെ മാലാഖയെ കാണുന്നില്ല. മാലാഖ അപ്രത്യക്ഷനായി. മാലാഖ പിന്നെ ഒരിക്കലും അങ്ങോട്ട് വന്നിട്ടില്ല. ഏകദേശം 30 വർഷങ്ങൾ കഴിയുമ്പോഴാണ് മാലാഖ ഒന്ന് പ്രത്യക്ഷപ്പെടുന്നത്. ഇദ്ദേഹമാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത വേദനയിൽ, തീവ്രമായ വേദനയിൽ പെടഞ്ഞ് അരിശത്തോടും ദേഷ്യത്തോടും സങ്കടത്തോടും വിഷമത്തോടും കൂടെ മാലാഖയോട് ചോദിക്കുകയാണ്, ഇത്രയും വലിയൊരു ചതി എന്നോട് ചെയ്യരുതായിരുന്നു. അപ്പോൾ മാലാഖ ചോദിച്ചു, എന്താ നീ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എന്നോട് ഭൂമിയിൽ വെച്ച് പറഞ്ഞത് എന്താണ്, 3 ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നാൽ മതി, അത് കഴിഞ്ഞ് സ്വർഗ്ഗത്തിൽ പോകാമെന്നല്ലേ. ഇപ്പം ഏകദേശം 30ഓളം വർഷമായി, ഇത്രയും വലിയൊരു ചതി എന്നോട് ചെയ്യരുതായിരുന്നു. അന്നേരം മാലാഖ ഈ മനുഷ്യനോട് പറയുകയാണ്, നിന്നോട് ആരാണ് പറഞ്ഞത് 30 വർഷമായെന്ന്? നിന്നോട് ആരാ പറഞ്ഞത് 30 വർഷമായെന്ന്? നീ മരിച്ചിട്ട് 3 മണിക്കൂർ പോലും ആയിട്ടില്ല. നീ മരിച്ചിട്ട് 3 മണിക്കൂർ പോലും ആയിട്ടില്ല. എന്നിട്ട് ഭൂമിയിലെ ആ കാഴ്ച കാണിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം മരിച്ചു കിടക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരുക്കർമ്മങ്ങളൊക്കെ നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോയിട്ട് പോലുമില്ല. ഇത് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്ന ഈ മനുഷ്യനോട് മാലാഖ പറയുന്നു, ഇവിടുത്തെ സഹനത്തിൻ്റെ തീവ്രത വളരെ വലുതായതുകൊണ്ട് ഓരോ നിമിഷവും നിനക്ക് വർഷങ്ങളായിട്ട് അനുഭവപ്പെടുകയാണ്. ഓരോ നിമിഷവും നിനക്ക് വർഷങ്ങളായിട്ട് അനുഭവപ്പെടുകയാണ്. കഥ അവിടെ അവസാനിക്കുകയാണ്. ഇതൊരു കഥയാണെങ്കിലും ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ആശയം വളരെ വളരെ നമുക്ക് കൃത്യതയോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശുദ്ധീകരണ സ്ഥലത്തെ സഹനം അത്രത്തോളം തീവ്രമാണ്. സഭാപിതാക്കന്മാരുടെ പഠനങ്ങളും പ്രബോധനങ്ങളും ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം, ശുദ്ധീകരണ സ്ഥലത്തെ ഒരു നിമിഷം ഭൂമിയിൽ ഒരു യുഗം പോലെ അനുഭവപ്പെടുന്നു. അത്രയും സഹനം, അല്ലെങ്കിൽ അത്രയും തീവ്രമായ സഹനമായിട്ടാണ് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് വിശുദ്ധാത്മാക്കളും സഭാപിതാക്കന്മാരും ഒക്കെ, വിശുദ്ധ തോമസ് അക്വിനാസ് ഉൾപ്പെടെയുള്ള അനേകം വിശുദ്ധര് ഈ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച്, ശുദ്ധീകരണ അഗ്നിയെക്കുറിച്ച്, അല്ലെങ്കിൽ ആ സഹനത്തെക്കുറിച്ച്, അതിൻ്റെ തീവ്രതയെക്കുറിച്ച് അനേകം വിശുദ്ധര് ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അത്രത്തോളം തീവ്രമാണ്. പ്രിയപ്പെട്ടവരെയും, ഈ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് എന്താണ് തിരുസഭ നമ്മളെ പഠിപ്പിക്കുക? തിരുസഭയുടെ പ്രബോധനം എന്താണ്? തിരുസഭ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1030-31 നമ്പറുകളിലായി ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരാകുന്നു.
തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അന്തിമ ശുദ്ധീകരണത്തെ തിരുസഭ ശുദ്ധീകരണ സ്ഥലം പർഗേറ്ററി എന്ന് വിളിക്കുന്നു. ഇതാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1030, 1031 നമ്പറുകളിലായി ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പറയുന്നത്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ, പ്രത്യേകിച്ചും ചാവറ പിതാവൊക്കെ പറയുന്ന കഥയൊക്കെ കേട്ടതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നമ്മൾ പലർക്കും ഒരു ഭയമോ ആകുലതയോ ഉത്കണ്ഠയോ ഒക്കെ വന്നേക്കാം അവിടുത്തെ തീവ്രമായ സഹനത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ. ഇത് പറഞ്ഞത് ആരെയും ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ ഉത്കണ്ഠപ്പെടാനോ അല്ലെങ്കിൽ പേടിപ്പിക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല. പിന്നെയോ നമുക്കൊരു വലിയ ഉത്തരവാദിത്തമുണ്ട്, അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ആ ഉത്തരവാദിത്തം മറ്റൊന്നുമല്ല, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുക എന്നുള്ള ഉത്തരവാദിത്തം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുക എന്നുള്ള ഉത്തരവാദിത്തം. പ്രിയപ്പെട്ടവരെ ഓർക്കുക, കാരണം അത്രത്തോളം അവർ സഹിക്കുന്നു, അത്രത്തോളം അവർ വേദനയിലൂടെ കടന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അവരുടെ പ്രാർത്ഥന, അവരവിടെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അവർക്ക് പ്രത്യേകിച്ച് ഉപകാരം ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെയാണ് സഭ നമ്മളെ പഠിപ്പിക്കുക. നേരെ മറിച്ച് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അവർക്ക് ഒത്തിരി അധികം ആശ്വാസമായി തീരുന്നു. അവരുടെ കടങ്ങളുടെ പൊറുതി എത്രയും വേഗം, അല്ലെങ്കിൽ അവരുടെ ശുദ്ധീകരണം എത്രയും വേഗം പൂർത്തിയാകുന്നു. അവർക്ക് സ്വർഗരാജ്യ പ്രവേശനത്തിന് സാധ്യമായി തീരുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഓർക്കുക പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് അതൊരു വലിയ സ്നേഹപ്രവൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഏറ്റവും വലിയ സ്നേഹപ്രവൃത്തികളിൽ ഒന്നായി ഇതിനെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ പറയാനുള്ള കാരണം, ഏറ്റവും കൂടുതൽ സഹിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സഹിക്കുന്നത് ആരാണ്? ശുദ്ധീകരണ ആത്മാക്കളാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നത് ആർക്കാണ്? ശുദ്ധീകരണ ആത്മാക്കൾക്കാണ്. ഒരു കാര്യം ഓർക്കുക, ഈശോ തന്നെ പറഞ്ഞിട്ടില്ലേ, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ സത്യമായും എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഈ ചെറിയവരിൽ ഒരുവന് ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുത്താൽ അതിന് നിനക്ക് പ്രതിഫലം ലഭിക്കും, സ്വർഗരാജ്യത്തെ അതിന് ഇരട്ടി പ്രതിഫലം ലഭിക്കും. ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഏറ്റവും നിസ്സാരമായ ഒരു കുഞ്ഞു കാര്യം പോലും ഈ ഭൂമിയിലെ വ്യക്തികൾക്ക് ചെയ്താൽ പോലും അനേക മടങ്ങ് പ്രതിഫലം ലഭിക്കുമെന്ന് കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ അവിടെ നിന്ന് മോചിപ്പിച്ച് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കാരണമാകും വിധം നമ്മുടെ പ്രാർത്ഥനകൾ ആ വിധത്തിൽ സഹായകമായി തീർന്നാൽ എത്രയോ അധികമായി കർത്താവ് സന്തോഷിക്കുന്നു. ആ പ്രതിഫലം കർത്താവ് നമുക്ക് നൽകുകയും ചെയ്യും. ഓർക്കുക, അതുകൊണ്ട് ഒന്നാമതായി തിരിച്ചറിയുക, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു സ്നേഹപ്രവൃത്തിയാണ്. ഏറ്റവും വലിയ സ്നേഹപ്രവൃത്തിയായി, കാരുണ്യപ്രവൃത്തിയായി നമുക്ക് ഈ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ മനസ്സിലാക്കാം. ഇനി രണ്ടാമതായി, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഔദാര്യമൊന്നുമല്ല, അത് കടമയാണ്. അത് നമ്മുടെ കടമയാണ്. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. കടമയാണെന്ന് പറയാനുള്ള കാരണം എന്താ? കടമയാണെന്ന് പറയാൻ കാരണം, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവർ ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളുടെ നല്ല ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അവർ ചെയ്ത പാപത്തിൻ്റെ പരിഹാരങ്ങൾ അല്ലെങ്കിൽ കടങ്ങൾ പൂർത്തീകരിക്കപ്പെടാതെ ആണ് അവർ മരിച്ചതെങ്കിൽ ആ കടം വീട്ടാനുള്ള ഉത്തരവാദിത്വം നമുക്കില്ലേ? തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമുക്കൊരു ഭൗതികമായ രീതിയിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഒരു വ്യക്തി മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു 10 ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് കരുതുക. അദ്ദേഹത്തിന് ഒരു മകനാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ ആ 10 ലക്ഷത്തിൻ്റെ അവകാശിയായി ഈ മകൻ മാറും. അല്ലെങ്കിൽ 10 ഏക്കർ സ്ഥലം ഉണ്ടെന്ന് കരുതുക. ഈ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് സ്വാഭാവികമായി ആ 10 ഏക്കർ ഭൂമിയുടെ അവകാശം ലഭിക്കും. ഇനി നേരെ മറിച്ച് ഇദ്ദേഹം മരിക്കുമ്പോൾ 10 ലക്ഷം കടബാധ്യത വരുത്തി വെച്ചാണ് മരിക്കുന്നതെങ്കിലോ സ്വാഭാവികമായും ഈ അപ്പൻ വരുത്തി വെച്ച കടങ്ങൾ വീട്ടാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? മകനുണ്ട്. ആ മകനിലേക്ക് ആ കടബാധ്യത വന്നു ചേരുകയാണ്. ഇതുപോലെ തന്നെ ഈ വിധത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ പൂർവികർ, കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ പൂർവികർ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികൾ, അവരൊക്കെ ചെയ്ത നന്മകളുടെ, സുഹൃതങ്ങളുടെ, പുണ്യങ്ങളുടെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ വീഴ്ചകളുടെ കടങ്ങൾ അത് ഇളവ് ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം നമുക്ക് നിക്ഷിപ്തമാണ്. ആ കടങ്ങൾ നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വഴി, അല്ലെങ്കിൽ നമ്മുടെ ദണ്ഡവിമോചനങ്ങൾ നേടിയെടുത്തും ദാനധർമ്മങ്ങൾ നടത്തിയും കാരുണ്യപ്രവൃത്തികളിലൂടെയൊക്കെ അവരുടെ കടങ്ങളുടെ പൊറുതിക്ക് വേണ്ടി നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പരിശ്രമിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ വലിയ ഉത്തരവാദിത്വമായി, ഒരു കടമയായി മനസ്സിലാക്കുക. ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഏത് കടമയുടെയും പ്രത്യേകത എന്താണ്? കടമ നിർവഹിച്ചില്ലെങ്കിൽ അതൊരു കടമാണ്. കടമ നിർവഹിച്ചില്ലെങ്കിൽ അതൊരു കടമാണ്. അത് നമുക്ക് കടമായിട്ട് മാറും. പിന്നെ നമ്മൾ ജീവിതം കൊണ്ട് അത് പരിഹരിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ മരണാനന്തരം പരിഹരിക്കേണ്ടതായിട്ട് വരും. ഏത് കടമയും അങ്ങനെയാണ്. കടമ നിർവഹിച്ചില്ലെങ്കിൽ അത് കടമായിട്ട് മാറും. വിശുദ്ധ
അന്തോണിയൂസ് എന്ന് പറയുന്ന, അതായത് ഫ്ലോറൻസിലെ വിശുദ്ധ അന്തോണിയൂസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിശുദ്ധനുണ്ട്. ആ വിശുദ്ധൻ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് മരിച്ചു. അദ്ദേഹം വളരെ നല്ല മനുഷ്യൻ, ഒത്തിരി ദാനധർമ്മങ്ങളൊക്കെ ചെയ്തിരുന്ന നല്ലൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് കുർബാനകളൊക്കെ ഈ പിതാവ്, ഇദ്ദേഹം ഫ്ലോറൻസിലെ വിശുദ്ധ അന്തോണീസ്, അദ്ദേഹം ഒരു ബിഷപ്പാണ്. അദ്ദേഹം ഒത്തിരി കുർബാനകളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ചൊല്ലിയിരുന്നു. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനകളൊക്കെ നിർത്തി. കാരണം അദ്ദേഹം സ്വർഗത്തിൽ പോയി കാണുമെന്ന് കരുതി. പക്ഷെ ഒരു ദിവസം ഈ ശുദ്ധീകരണ ആത്മാവ് അദ്ദേഹത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എന്തേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ, എനിക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുക. അപ്പോൾ ഈ പിതാവ് ചോദിക്കുന്നുണ്ട്, ഇത്രയൊക്കെ ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടും താങ്കളുടെ ആത്മാവ് ഇതുവരെ സ്വർഗത്തിൽ പോയില്ലേ? അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ഇങ്ങനെയാണ്: ഞാൻ ചെയ്ത സുഹൃതങ്ങളുടെ, പുണ്യങ്ങളുടെ, ദാനധർമ്മങ്ങളുടെയൊക്കെ അനുഗ്രഹം ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് ലഭിക്കും. എന്നാൽ ഭൂമിയിലായിരിക്കുമ്പോൾ ഞാൻ ചെയ്തു പോയ ഒരു വലിയ കുറവ് അല്ലെങ്കിൽ ഒരു പോരായ്മ എന്ന് പറയുന്നത്, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളൊരു കടമ ഞാൻ നിർവഹിച്ചില്ല. എൻ്റെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യം ഞാൻ അത് ശ്രദ്ധിച്ചില്ല. അതിൽ ഞാൻ ഒത്തിരി കുറവ് വരുത്തി. അതിൻ്റെ ഫലമായി നിങ്ങൾ എനിക്ക് വേണ്ടി ഇപ്പോൾ ഈ ഭൂമിയിൽ അർപ്പിച്ച ബലികളും പ്രാർത്ഥനകളും ഒക്കെ അതിൻ്റെ യോഗ്യത ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമായിരുന്നുവോ അവർക്ക് ലഭിച്ചു. അല്ലെങ്കിൽ എനിക്ക് മുമ്പ് മരിച്ചു എൻ്റെ പൂർവികർക്ക് നിങ്ങളുടെ ഈ പ്രാർത്ഥനകളുടെ യോഗ്യത ലഭിച്ചു. അവർക്ക് സ്വർഗത്തിൽ പോകാൻ, അവരുടെ ശുദ്ധീകരണം പൂർത്തിയാകാൻ അത് കാരണമായി. ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണ്, ഇനിയും തുടർന്ന് പ്രാർത്ഥിച്ചാലാണ് എൻ്റെ ശുദ്ധീകരണത്തിന് അത് ഉപകരിക്കുക, അല്ലെങ്കിൽ എൻ്റെ കടങ്ങളുടെ പുറത്തേക്ക് അത് ഉപകരിക്കുക, എനിക്ക് സ്വർഗത്തിൽ പോകാനായിട്ട് സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പറഞ്ഞ് തനിക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആ ആത്മാവ് അപ്രത്യക്ഷമാവുകയാണ്. ഓർക്കുക, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് ഈ കടമ നവംബർ മാസത്തിൽ മാത്രമല്ല, നമ്മൾ നവംബർ മാസത്തിലാണ് സാധാരണ മരിച്ചവരെ കൂടുതലായിട്ട് ഓർക്കുന്നതും കൂടുതൽ പ്രാർത്ഥിക്കുന്നതും സെമിത്തേരി സന്ദർശിക്കുന്നതും ബലിയർപ്പണങ്ങളിൽ പങ്കെടുത്ത് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഒപ്പീസൊക്കെ ചൊല്ലുന്നതും. ഓർക്കുക, ഇത് നവംബർ മാസത്തേക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുള്ള ഒരു കാര്യമല്ല. ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നിർബന്ധമായും മുടങ്ങാതെ നമ്മളുടെ പ്രാർത്ഥനയുടെ ഭാഗമാക്കി മാറ്റണം. നമ്മൾ പങ്കെടുക്കുന്ന ഏത് കുർബാനയിലും ശുദ്ധീകരണ സ്ഥലത്തുള്ള എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുള്ള ആത്മാക്കളെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന്, ബന്ധുമിത്രാദികളിൽ നിന്ന്, അയൽവാസികളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, അധ്യാപകരിൽ നിന്ന്, ആത്മീയ പിതാക്കന്മാരിൽ നിന്നൊക്കെ മരിച്ചുപോയ വ്യക്തികൾ, ഇവരെല്ലാവരെയും പൊതുവായി വിശുദ്ധ കുർബാനയിലേക്ക്, എല്ലാ കുർബാനയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ ചൊല്ലുന്ന ഓരോ ജപമാലയിലും പ്രത്യേകം അവരെ ഓർക്കുക. നമ്മുടെ ഓരോ ദാനധർമ്മങ്ങളും കാരുണ്യപ്രവർത്തികളും ഒക്കെ ഈ ഒരു നിയോഗത്തിന് വേണ്ടി കാഴ്ചവെക്കുക. ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ സഹനങ്ങളെയൊക്കെ ഈ ഒരു നിയോഗത്തിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി ഈ സഹനം സമർപ്പിക്കുന്നു, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി ഈ വേദന സമർപ്പിക്കുന്നു, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി ഈ അപമാനം സമർപ്പിക്കുന്നു. ജീവിത പങ്കാളിയിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടാകാം, മക്കളിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാകാം, മാതാപിതാക്കളിൽ നിന്നുണ്ടാകുന്ന വിഷമങ്ങളാകാം, അല്ലെങ്കിൽ അയൽവാസികളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ മേലധികാരികളിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നുണ്ടാകുന്ന മാനസികമായ ചില ക്ലേശങ്ങളാകാം. എന്തുവാകട്ടെ, ഓരോ ദിവസവും ഒരുപാട് സഹനങ്ങൾ നമുക്കുണ്ട്, ഓരോ ദിവസവും ഒരുപാട് നൊമ്പരങ്ങൾ നമുക്കുണ്ട്, ചെറുതാകാം വലുതാകാം. ഓരോന്നിനെയും ഈ ശുദ്ധീകരണാത്മാക്കളുടെ കടങ്ങളുടെ പുറത്തേക്കും ശുദ്ധീകരണ വേഗം പൂർത്തിയാകാനും വേണ്ടി സമർപ്പിച്ച് അങ്ങനെ അനുദിന ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും അങ്ങനെ നമ്മുടെ ജീവിതം പ്രാർത്ഥനയാക്കി അവർക്ക് വേണ്ടി സമർപ്പിക്കാനും അനേകം ആത്മാക്കളുടെ രക്ഷ നമ്മുടെ ജീവിതം കൊണ്ട് സാധ്യമാകാനും വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അതിന് ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഓരോ ഹൃദയങ്ങളെയും ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രേരിപ്പിക്കട്ടെ, പ്രചോദിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.